ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. അപ്പൊ നമ്മൾ SCERT പുതിയ പുസ്തകത്തിന്റെ മലയാളം സീരീസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം SCERT 3ാം ക്ലാസ് ഇട്ടിരുന്നു. വൊക്കാബുലറിയും സാഹിത്യവും സെപ്പറേറ്റ് 2 വീഡിയോകളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതെല്ലാം പ്ലേലിസ്റ്റിലുണ്ട്. അപ്പൊ അതുകൂടെ കാണുക. ഇന്ന് നമ്മൾ SCERT പുതിയ പുസ്തകം 4ാം ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പൊ 4ാം ക്ലാസ്സിലെ പാർട്ട് 1 മാത്രമേ നിലവിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ പാർട്ട് 2 ഇറങ്ങുമ്പോൾ അതും കൂടെ ചെയ്യാം. ഇപ്പൊ SCERT പുതിയ പുസ്തകം 4ാം ക്ലാസ്സിലെ പാർട്ട് 1. അതുപോലെ നമ്മൾ SCERT പഴയ പുസ്തകം 3 മുതൽ 10 വരെ സാഹിത്യവും വൊക്കാബുലറി ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത ഫ്രണ്ട്ലി PSC പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാണാത്തവര് അതുകൂടെ കാണുക. അതിൽ നിന്നും പുതിയ PSC പരീക്ഷകൾക്കൊക്കെ ധാരാളം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഫ്രണ്ട്ലി PSC ബുക്ക് മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ബുക്കാണ്. 2025 ലേറ്റസ്റ്റ് പരീക്ഷകളിലും നമ്മുടെ ബുക്കിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബുക്ക് വേണ്ടവര് വാട്സപ്പ് വഴി കോംബോ ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. PSC സിലബസും SCERT പഴയതും പുതിയതും പിന്നെ 2000-ലധികം മുൻകാല ചോദ്യങ്ങൾ ഈ 2025 ഓഗസ്റ്റ് വരെ കഴിഞ്ഞ മാസം വരെ ഉള്ള മുൻകാല ചോദ്യങ്ങളും എല്ലാം ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് വഴി വാങ്ങാവുന്നതാണ്. SCERT 4ാം ക്ലാസ്സിലെ ആദ്യത്തെ വാക്ക് കാനനം. അത് PSC മുൻകാല ചോദ്യമാണ് കേട്ടോ. കാനനം എന്താണ്? കാനന ഛായയിൽ ആടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. കാട്ടിൽ ആടുമേയ്ക്കാൻ വരട്ടെ എന്ന് ചോദിച്ച പാട്ടല്ലേ. അപ്പോ കാനനം കാടാണ്, വിപിനം കാടാണ്, അടവി കാടാണ്. ഇതെല്ലാം PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോ കാനനം, അടവി, വിപിനം കാട്. ഇനി അല്ലൽ ചോദിച്ചിട്ടുണ്ട്. അല്ലൽ എന്താണ്? ദുഃഖമാണ്. അല്ലൽ ദുഃഖം. ഇനി ഉഴലുക എന്ന് വെച്ചാൽ എന്താ? വിഷമിക്കുക എന്നൊക്കെ ഒരു അർത്ഥമാണ്. അതായത് ചുറ്റിത്തിരിയുക, അലയുക, വിഷമിക്കുക. എന്താണ്? ഉഴലുക. പിന്നെ ദീനഭാവം എന്ന് വെച്ചാൽ എന്താ? ദുഃഖഭാവം അല്ലേ. അപ്പൊ ദീനൻ എന്താണ്? ദുഃഖിക്കുന്നവൻ, വിഷമിക്കുന്നവനല്ലേ. ദീനൻ വിഷമിക്കുന്നവൻ, ദുഃഖിക്കുന്നവൻ. അന്തിമയങ്ങുക എന്ന് വെച്ചാൽ എന്താ? സന്ധ്യയാവുക എന്നല്ലേ. അപ്പൊ അന്തി എന്താണ്? അന്തി സന്ധ്യയാണ്. ഇനി അഖിലവും മുൻകാല ചോദ്യമാണ് കേട്ടോ. അഖിലം എന്ന് വെച്ചാൽ എന്താ? മുഴുവൻ, പൂർണ്ണമായിട്ടുള്ളത്, എല്ലാം എന്നൊക്കെയാണ്. അപ്പൊ അഖിലം പദശുദ്ധിയിൽ PSC ചോദിച്ചിട്ടുള്ളതാണ്, അർത്ഥം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അഖിലം പഠിച്ചല്ലോ. അഖിലവും നിഖിലവും ഒക്കെ ചോദിച്ചിട്ടുണ്ട് PSC. അതുപോലെ അർത്ഥം 2 രീതിയിൽ എഴുതാം കേട്ടോ. ഈ ധായി വെച്ച് എഴുതാം, പിന്നെ ഈ ധാ വെച്ചിട്ട് എഴുതാം. അപ്പോ അർത്ഥം. അപ്പൊ ഇതിന് അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം. അപ്പൊ അർത്ഥം എന്ന് വെച്ചാൽ യാചിക്കുന്നത് എന്നൊക്കെ ഒരു അർത്ഥം. അതായത് എന്താ? ധനം എന്നൊരർത്ഥമുണ്ട്. അപ്പോ ധനം എന്നൊരർത്ഥം ഈ അർത്ഥത്തിനുണ്ട്. പിന്നെന്തുണ്ട്? പദങ്ങളുടെ മീനിങ് എന്നൊരർത്ഥം ഇല്ലേ. അർത്ഥം എഴുതുക, ഈ പദത്തിന്റെ അർത്ഥം എഴുതുക. അതിനും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും പൊതുവെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ, അർത്ഥം എന്നത്. പിന്നെ നമുക്ക് വേറൊരു അർത്ഥം അറിയാലോ. അർത്ഥഗോളത്തിന്റെ അർത്ഥവാർഷിക പലിശ എന്നൊക്കെ ഉള്ള ഒരു അർത്ഥം പഠിച്ചിട്ടില്ലേ? അതെങ്ങനെയാണ് എഴുതണെന്നറിയാവോ? അത് ഇങ്ങനാണ്. അർത്ഥം എന്നോ അർത്ഥം എന്നോ എഴുതാം കേട്ടോ. അപ്പൊ ഈ അർത്ഥം എന്ന് വെച്ചാൽ പകുതി എന്നാണ് കേട്ടോ. പകുതി എന്നാണ് ഈ അർത്ഥം. ഇതെന്ന് വെച്ചാൽ ധനം എന്നും അർത്ഥമുണ്ട്, മീനിങ് എന്നും അർത്ഥമുണ്ട്. ഇനി അടുത്തത് ഇഷ്ടത്തിന്റെ വിപരീതം എന്താണ്? അനിഷ്ടമാണ്. ഇഷ്ടം, അനിഷ്ടം. പിന്നെ പട എന്നാൽ എന്താണ്? യുദ്ധമാണ്. പട യുദ്ധമാണ്. പിന്നെ അടുത്ത PSC ചോദിച്ചൊരു വാക്കാണ് അവശ്യവും ആവശ്യവും. അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോകുക. ഇപ്പൊ കോവിഡിന്റെ സമയത്ത് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോകാൻ ഒക്കെ പറ്റുമായിരുന്നു. അപ്പൊ അവശ്യം എന്ന് വെച്ചാല് കൂടിയേ തീരൂ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എന്ത്? അവശ്യം എന്ന് പറയുന്നത്. എന്നാൽ ആവശ്യം എന്ന് പറയുന്നത് എന്താ? അത് നമുക്ക് ആവശ്യമുണ്ട്, പക്ഷെ അതില്ലേലും കുഴപ്പമൊന്നുമില്ല, എന്നാൽ ആവശ്യമാണ്. അതാണെന്ത്? ആവശ്യം. അപ്പൊ ആവശ്യം എന്ന് വെച്ചാൽ കിട്ടിയേ പറ്റൂ, ആവശ്യമാണ്. എന്താ? അപ്പൊ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അവശ്യം,
ചെറുതാണല്ലോ, പറ്റും വേണം എന്നൊരു രീതിയിൽ, അതുകൊണ്ട് ഇല്ലേ പറ്റുന്നു. മറ്റെന്താ, ആവശ്യം ഇല്ലേലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടാ കൊള്ളാം എന്നൊരർത്ഥം. അപ്പോൾ ഇത് രണ്ടും PSC ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഈ ആവശ്യമാണ് പഠിക്കാനുള്ളത്. അപ്പം ഞാനിത് കൂടെ ചേർത്ത് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് 4ാം ക്ലാസ്സിലെ വൊക്കാബുലറിയുടെ കൂടെ ചേർത്ത് പറയുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത നോക്കാം. അപ്പോൾ SCERT പുതിയ പുസ്തകങ്ങളുടെ ക്ലാസ് നമ്മൾ എടുക്കുന്നത് പോലെ SCERT ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ യൂട്യൂബ്സിൽ HMS ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ കാരണം, ഞാൻ മലയാളത്തിന്റെ സീരീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കമന്റ് ഇടും ഇംഗ്ലീഷും കൂടെ ഇതുപോലെ ചെയ്യും. അപ്പോൾ ഇംഗ്ലീഷ് ഓൾറെഡി മിസ് അവിടെ എടുക്കുന്നുണ്ട്, അപ്പോൾ അത് പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അടുത്തത് അമ്പിളി. അമ്പിളി എന്താണ്? ചന്ദ്രനാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറയല്ലേ, ചമ്മിയ പേരൊക്കെ ചന്ദ്രന്റെ. അപ്പോൾ നമ്മളിങ്ങനെ പറയത്തില്ലേ, സോമൻ, ശശി എന്നൊക്കെ പറയില്ലേ. സോമനും ശശിയും ഒക്കെ ആരുടെ പര്യായമാണ്? ചന്ദ്രന്റെ പര്യായമാണ്. പനിമതി PSC സ്ഥിരം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ശശി, സോമൻ, പനിമതി ചോദിക്കും. പിന്നെ SCERT ഒരു വാക്കാണ് പ്രാലേയകരൻ. പ്രാലേയം എന്താ? മഞ്ഞാണ്. അപ്പൊ നല്ല മഞ്ഞ പോലെ വെളുത്തിരിക്കുന്ന ചന്ദ്രൻ ആയതുകൊണ്ട് എന്താ, പ്രാലേയകരൻ എന്നൊരു വാക്ക് ചന്ദ്രന് പര്യായമായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ചമ്മിയ പേരൊക്കെ ചന്ദ്രന്റെ ആണെന്ന് ഓർക്കണം. അത് കഴിഞ്ഞു. പിന്നെ അടുത്തതും SCERT 4 കൊടുത്തേക്കുന്നതാണ് കേട്ടോ. ഇതും മുൻകാല ചോദ്യമാണ്. ഇതും ചന്ദ്രന്റെ പര്യായങ്ങളും ചോദ്യമാണ്. അപ്പോ എന്റെ ഗുരുനാഥൻ എന്ന കവിത, ലോകമേ തറവാട് തനിക്ക് തുടങ്ങുന്ന വരികളില്ലേ. അപ്പൊ ലോകമേ തറവാട് എന്നാണ് കവിത. അപ്പൊ അതില് എന്റെ ഗുരുനാഥൻ എന്നാണ് കവിതയുടെ പേര്. അപ്പൊ എന്റെ ഗുരുനാഥൻ എന്നതില് ഗുരുനാഥൻ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ഗാന്ധിജിയാണ്. അപ്പൊ എന്റെ ഗുരുനാഥനിലെ ഗുരുനാഥൻ ഗാന്ധിയാണ്. ആരാണ് അത് എഴുതിയത്? വള്ളത്തോൾ. അപ്പൊ വള്ളത്തോളിന്റെ കവിതയാണ് എന്റെ ഗുരുനാഥൻ. അതിലെ ഗുരുനാഥൻ ഗാന്ധിയാണ്. ഇനി അടുത്തത് മണിയപ്പന്റെ മഴു എന്ന് പറഞ്ഞിട്ട് മനോജ് കുരൂറിന്റെ ഒരു കവിത പിള്ളേർക്ക് പഠിക്കാനുണ്ട് 4ാം ക്ലാസ്സിൽ. ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ച പിടിക്കും. അതായത് ഒരേ പച്ച എന്നൊരു വാക്കുകൊണ്ട് 2 പ്രയോഗങ്ങൾ അവിടെ നടത്തിയിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ആദ്യത്തെ പച്ചയുടെ പ്രയോഗം എന്താണ്? ഒരു പച്ചയെടുത്തൻ. അപ്പൊ ഞാൻ ആ കവിതയുടെ ഇത് പറഞ്ഞു, മണിയപ്പന്റെ മഴുവാണ്. അപ്പോൾ കോടാലി കൊണ്ടിട്ട് മരം മുറിക്കുന്നതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പച്ച എടുക്കുക എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മരം മുറിക്കുക. അതായത് ഒരു ജീവൻ നശിപ്പിക്കുക, ജീവൻ ഇല്ലാതെയാക്കുക എന്നാണ് ആദ്യത്തെ പച്ച എടുക്കുക എന്ന ശൈലിയുടെ പ്രയോഗത്തിന്റെ അർത്ഥം. അപ്പൊ പച്ച എടുക്കുക അതാണ് അർത്ഥം. ഇനി പച്ച പിടിക്കുക എന്ന് വെച്ചാൽ എന്താ? ആ തടി കൊണ്ടുപോയി വിറ്റ് നമ്മൾ പൈസ ഉണ്ടാക്കുക എന്നൊരർത്ഥമാണ്. അപ്പൊ പച്ച പിടിക്കുക എന്ന് വെച്ചാൽ മെച്ചപ്പെടുക. അപ്പൊ പച്ച എടുക്കുക, കൊല്ലുക, നശിപ്പിക്കുക എന്നർത്ഥം. പച്ച പിടിക്കുക എന്ന് വെച്ചാൽ മെച്ചപ്പെടുക എന്നർത്ഥം. കിട്ടിയല്ലോ. ഇനി അടുത്തത്, ഇതും PSC പലതവണ ചോദിച്ചിട്ടുള്ളതാ. ഇത് നമ്മൾ പഴയ SCERT 7ലോ മറ്റോ പഠിച്ചതാണ്. 4ാം ക്ലാസ്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. ഏത് കവിതയാണ്, ആരാണ് എഴുതിയത് ചോദിച്ചിട്ടുണ്ട് PSC. അപ്പോൾ ഇത് ഓർത്ത് വെക്കാനായിട്ട് ധന്യ, ധാ തിരിച്ചിട്ടാ നായാകും. അപ്പൊ നളിനിയാണെന്ന് ഓർത്ത് വെക്കാനാ നമ്മൾ ഒരു ട്രിക്ക് വെച്ച് പറഞ്ഞത്. ഇത് 2-3 തവണ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ധാ തിരിച്ചിട്ട് നളിനിയിലെ വരി. നളിനി എഴുതിയതാരാ? കുമാരനാശാനാണ്. നളിനിയിലെ കഥാപാത്രം ആരാണ്? നളിനിയും ദിവാകരനുമാണ്. നളിനിയും ദിവാകരനും. അപ്പൊ അതിന്റെ കഥയൊക്കെ ഞാൻ സാഹിത്യ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. സാഹിത്യത്തിലെ കുമാരനാശാന്റെ കൃതികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടേ. അപ്പോൾ സാഹിത്യം സിമ്പിളായിട്ട് ഫ്രണ്ട്ലി PSC പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടുണ്ട്, അത് കാണുക കേട്ടോ. അതുപോലെ നമുക്ക് മലയാളത്തിന്റെ പെയ്ഡ് ക്ലാസ്സുകൾ ഫ്രണ്ട്ലി PSC ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. മലയാളം വളരെ സിമ്പിളായിട്ട്, ഇത്രയ്ക്ക് സിമ്പിളായിട്ട് മലയാളം പഠിക്കാമെന്ന് ഓർക്കുന്ന രീതിയിൽ കോഡുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി. പെട്ടെന്ന് ബ്രെയിനിലേക്ക് കയറത്തക്ക രീതിയിൽ സിമ്പിൾ കോഡുകളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി ക്ലാസ് ഫ്രണ്ട്ലി PSC ആപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. മലയാളം സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്ക് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അതുപോലെ കുറേ ബാച്ചുകളുണ്ട്, ഏതിൽ ചേർന്നാലും മതി. എല്ലാത്തിലും കണ്ടന്റ് സെയിം ആണ്. കാരണം PSC മലയാള സിലബസ് എല്ലാം സെയിം അല്ലേ, 13 സെക്ഷൻ അല്ലേ ഉള്ളേ. അപ്പോൾ അതെല്ലാം വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണ്. PYQയും എല്ലാം ഉണ്ട്. 2000-ന് മേളിൽ PYQ ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത പുതിയ SCERT ബുക്കുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.